KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗോപികൃഷ്ണൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിധിയാണ് ഈ മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് തലയൂരാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി വിധി അദ്ദേഹത്തിൻ്റെ മുകളിൽ വീണിരിക്കുന്നു. SKN 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഒരു പാർട്ടി പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴാണ് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ കുന്തം കുടച്ചക്രം പോലെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത്. ഇതിനെ തുടർന്ന് ഇത് വലിയ വിവാദമാവുകയും സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനത്തിന് വരെ അത് ഭീഷണിയായി ഉയരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ യാതൊരു തരത്തിലുള്ള ഭരണഘടനാ ലംഘനവും ഉണ്ടായിട്ടില്ല എന്നൊരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബൈജു നോയൽ എന്ന അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ ഒരു CBI അന്വേഷണം ആവശ്യമുണ്ട് എന്നതായിരുന്നു ബൈജു നോയലിന്റെ കോടതിയിൽ പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ കോടതി ചോദിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ റദ്ദ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള കുന്തം കുടച്ചക്രം പോലെയുള്ള പ്രയോഗങ്ങൾ നടത്തിയത് എന്ന ചോദ്യം കോടതി ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരം പ്രയോഗങ്ങൾ എന്തുദ്ദേശിച്ച് ഏത് തരത്തിലുള്ള എന്തുദ്ദേശ ശുദ്ധിയിലാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയത് എന്നതായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇത്തരം ഒരു പ്രയോഗം നടത്താൻ, അതായത് ഭരണഘടനയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യാൻ, അതിൻ്റെ അന്തസ്സിനെ അപമാനിക്കാൻ സാധാരണ ഒരു പൗരന് അവകാശമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കോടതി ഉന്നയിച്ചു. പോലീസ് ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ അന്ന് തന്നെ വിമർശന വിധേയമായിരുന്നു. ഇത്തരം ഭരണഘടനയെ ബാധിക്കുന്ന ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയ ശേഷം എന്ത് പശ്ചാത്തലത്തിലാണ് പോലീസ് ഇതിൽ ഭരണഘടനാ ലംഘനം ഉണ്ടായിട്ടില്ല എന്നൊരു ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ട് നൽകിയത് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. ഇതാണ് ഹൈക്കോടതി പരിഗണിച്ചതും. ഈ കാര്യത്തിൽ ബൈജു നോയൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു CBI അന്വേഷണമാണ്. ഈ മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിന്റെ പൂർണ്ണമായ രൂപം ഒരു പെൻഡ്രൈവിലാക്കി കോടതിയിൽ കൊണ്ടുവരണം എന്ന ആവശ്യമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്, നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. മല്ലപ്പള്ളിയിൽ, കോട്ടയം ജില്ലയിലെ മല്ലപ്പള്ളിയിൽ അദ്ദേഹം നടത്തിയ 2022 ജൂലൈ 3 മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ആർക്കൈവ്സിൽ അതുകൊണ്ട് ആ പ്രസംഗം എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നൊരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വിലയിരുത്താൻ വേണ്ടി അത് നമ്മൾ പുറത്തുവിടുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിലാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തി. പിന്നീട് അദ്ദേഹം ഇതിൽ തലയൂരാൻ അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഭരണഘടനയോട് അനാദരവ് കാണിച്ചു എന്ന് തന്നെയാണ്. കാരണം ഭരണഘടനയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിയായ ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകളാണ് കുന്തം കുടച്ചക്രം ഇങ്ങനെയുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഈ ഭരണഘടനയോട് നമുക്ക് വലിയ ആത്യന്തികമായി ആദരവ് സൂക്ഷിക്കേണ്ട, ഓരോ ഇന്ത്യൻ പൗരനും കാത്തു സൂക്ഷിക്കേണ്ട പാവനത അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ജുഡീഷ്യറി ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു വിധിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.